എന്തിനാത്? നീ എന്തിനാ എങ്ങനെയൊക്കെ പറയണത്? അയാൾ ഭയങ്കരനാണ്. സാധാരണ എല്ലാവർക്കും ഒരു ചങ്കാണ്, മൂപ്പർക്ക് 2 എണ്ണം ഉണ്ട്. സൂക്ഷിക്കണ്ടേ. ഭയങ്കര സംഭവമാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ വരെ അയാളുടെ മുമ്പിൽ മുട്ടുപറിച്ചു നിൽക്കും. പാർട്ടിയിലെ DYFI നേതാക്കന്മാരൊക്കെ അയാളെ മുമ്പ് പോകുമ്പോ മൂത്രൊഴിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് സ്നഗ്ഗിട്ട് പോകലാണ്. അമ്മാതിരി ഭീകരനാണ്. അപ്പൊ ഞാനും വിചാരിച്ചു ഒന്ന് പേടിച്ച് നോക്കാന്ന്. പക്ഷെ കണ്ടാൽ എനിക്ക് ചിരി വരും. എന്താ അറിയില്ല, എനിക്ക് ഇയാളെ കണ്ടാൽ ചിരി വരും. സത്യത്തിൽ അയാൾ എന്തൊരു കോമഡിയാണ്. അയാൾ 100 ചില്ലാൻ വണ്ടിയായിട്ട് നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ഭീരുവല്ലേ അയാള്. ആലോചിച്ചു, ഇയാളാണ് ഇരട്ട ചങ്ക്. സ്വന്തം ഒരു ആംബുലൻസ് എപ്പം ഏതോ കാലത്ത് പിടിക്കാൻ പോകുന്ന തീക്കും വണ്ടി ആംബുലൻസിനെ കൊണ്ടു നടക്കുക. എന്താ ഫയർ സർവീസിനെ കൊണ്ടു നടക്കുക. ആംബുലൻസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ബേജാറാണ്. ഇതെപ്പോഴും ബാക്കിൽ ആംബുലൻസ് ഏറ്റുവിട്ട് നടക്കുക. ഈ ജാതി ഒരു ഫൂള്. ഇയാളെ സഖാക്കള് പേടിക്കുന്നു എന്നല്ലാതെ ഞങ്ങൾ എന്തിനു പേടിക്കണം? പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, തെറ്റിന്റെ ഭാഗത്തുണ്ട്. സലീം കുമാർ പറഞ്ഞ മാതിരി തെറ്റെന്റെ ഭാഗത്തുണ്ട്. നിയമസഭയിൽ അയാളെ മക്കളെ കുറിച്ച് പറയുമ്പോൾ ഞാനൊന്ന് സൂക്ഷിക്കണമായിരുന്നു. മക്കളെ അയാൾക്ക് അത്രക്കിഷ്ടാണ്. അതുകൊണ്ട് അയാൾ പീഡിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അയാൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സഖാവ് പിണറായി വിജയ, നിങ്ങൾ അറിയാതൊരു കാര്യം പറഞ്ഞു. 5 കൊല്ലം മുമ്പ് ആ സഭയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ടും മെനഞ്ഞാന്ന് ആ സഭയിൽ എൻ്റെ പേരുച്ചരിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലെ ഭയം ഉണ്ടല്ലോ, ഞാനത് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ സഭയിലില്ല, 5 കൊല്ലായിട്ട് പുറത്താണ് അല്ലേ. എന്നിട്ടും ആ സഭക്കകത്തിരുന്ന് പുറത്തിരിക്കുന്ന രാജ്യത്തിന്റെ അധികാരത്തിന്റെ സകല പ്രിവിലേജും ആസ്വദിക്കുന്ന പിണറായി വിജയൻ അവിടുന്ന് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഓർത്തോ, നിങ്ങൾ ചെയ്ത പീഡനം ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്. ഓർത്തു വെച്ചോ, നിങ്ങൾ മറക്കൊന്നില്ല. എന്റെ കേസൊക്കെ പോയി. ഒരുപാട് കേസുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം എനിക്കുണ്ടായിരുന്നുള്ളൂ, മെനഞ്ഞാന്ന് പോലും എന്റെ പ്രശ്നം സഭയിൽ പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിരോധിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി. നമ്മളുടെ വാക്ക് കൊണ്ടൊക്കെ ഇവർക്കൊരു വിഷമം ഉണ്ടാവോ? നമ്മുടെ നേതാക്കന്മാർക്ക്, തങ്ങൾക്ക്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു വിഷമം ഉണ്ടാവോ? വിഷമാണ് നമുക്ക്. നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്, എന്റെ പേരിൽ തന്നെ കുടിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, 1000 വട്ടം തല ഉയർത്തി പിടിച്ചോളൂ. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓർത്തോ പിണറായി വിജയ, KM ഷാജി സകല കേസുകൾക്കും ക്ലീൻ ചിറ്റ് വാങ്ങിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ പിണറായി വിജയ എത്ര മാറ്റി വെച്ചാലും അങ്ങയുടെ തലയുടെ മുകളിൽ ഡെമോക്ലീസിന്റെ വാള് പോലെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിലുണ്ട്.